ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 12 തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തമിഴ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഇന്ത്യൻ 2. ചിത്രത്തിന്റെ തിയേറ്ററുകളിലെ ആദ്യ അഭിപ്രായങ്ങൾ, യഥാർത്ഥ അഭിപ്രായങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇനി കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്ര, ഒപ്പം തന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര തുടങ്ങിയ റിപ്പോർട്ടുകളായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ഇന്ത്യൻ 2, ഇന്ത്യൻ 3 എന്നീ സിനിമകളുടെ ബഡ്ജറ്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ മാത്രമെന്ന് കരുതപ്പെടുന്ന ബഡ്ജറ്റ്, കൂടാതെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് പ്രൈസിൽ കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും സിനിമ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചൊരു കേരള പ്രൈസിൽ ഗ്രോസ് ആയിരുന്നു ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുത്തത്. 1 കോടി പ്രൈസിൽ കളക്ഷൻ കടന്ന സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് മുന്നേ തന്നെ 1,32,00,000 എന്ന കേരള പ്രൈസിൽ ഗ്രോസിലേക്കാണ് ആദ്യ ദിവസം കേരളത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ഒരു ദിവസം മുന്നേ മാത്രമായിരുന്നു സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചത്. ഒരു ദിവസം മുന്നേ ആയിരുന്നു കേരളത്തിൽ സിനിമയുടെ പ്രൊമോഷനായിട്ട് കമലഹാസൻ എത്തിയത്. ഒപ്പം തന്നെ ട്രെയിലർ ഒന്നും തന്നെ മികച്ചതല്ലായിരുന്നു. കൂടാതെ സിനിമയ്ക്ക് വലിയ ഹൈപ്പും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മികച്ചൊരു പ്രീസെയിൽ കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ആദ്യ ദിവസത്തെ പ്രീസെയിൽ ഗ്രോസ് 28 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഹൈപ്പെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ചൊരു തുടക്കമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭ്യമായത്. എന്നാൽ അഭിപ്രായങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് ഒട്ടും മികച്ച അഭിപ്രായങ്ങളുമല്ല നിലവിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി സിനിമയുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ 2019 മുതൽ ചിത്രീകരണം നടക്കുന്ന ശങ്കർ സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പല ഘട്ടങ്ങളിലായിട്ട് പലവിധ തടസ്സങ്ങൾ നേരിട്ടാണ് ഈ വർഷം പൂർത്തിയാക്കിയത്. പൂർത്തിയായപ്പോഴാകട്ടെ ഇന്ത്യൻ 2 എന്ന സിനിമ എന്ന പേരിൽ പ്രഖ്യാപിച്ച സിനിമയ്ക്ക് വീണ്ടും ഒരു ഭാഗം ഉണ്ടാകുന്നു എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ എന്ന സിനിമയുടെ 2ാം ഭാഗവും 3ാം ഭാഗവും ആകെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 550 കോടി രൂപ മുതൽ 600 കോടി റേഞ്ചിൽ വരും സിനിമയുടെ ആകെ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 2ാം ഭാഗം മാത്രം, അതായത് ഇന്ത്യൻ 2 എന്ന ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് മാത്രം 250 കോടിയോളം രൂപയാണ് ബഡ്ജറ്റ് എന്നാണ് ഇതിനോടകം തന്നെ തമിഴ് ട്രാക്കേഴ്സ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിനെ സംബന്ധിച്ച് ഈ സിനിമ വിജയിക്കേണ്ടത് അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഒരേ സമയം പ്രൊഡക്ഷൻ എല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്ന സിനിമകളായിരുന്നു ഇന്ത്യൻ, ഒപ്പം തന്നെ പൊന്നിയിൻ സെൽവൻ എന്നീ സിനിമകൾ. അതിൽ പൊന്നിയിൻ സെൽവൻ നഷ്ടമുണ്ടാക്കുമെന്ന് പലരും കരുതി. എന്നാൽ പൊന്നിയിൻ സെൽവൻ ലൈക്കയ്ക്ക് ലാഭമുണ്ടാക്കി കൊടുത്തപ്പോൾ ഇന്ത്യൻ 2 എന്ന സിനിമ നിരാശപ്പെടുത്തിയാൽ ലൈക്ക പ്രൊഡക്ഷൻസിനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ വർഷം തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാൽ സലാം തിയേറ്ററുകളിലെ വൻ ദുരന്തമായി മാറിയ സിനിമയാണ്. ഇനിയും ബിസിനസ് പൂർണ്ണമായിട്ടും നടക്കാത്ത സിനിമയാണ് ലാൽ സലാം. ഇന്ത്യൻ 2 എന്നീ സിനിമകൾക്ക് ശേഷം ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെതായിട്ട് വരാനിരിക്കുന്ന അടുത്ത 2 തമിഴ് സിനിമകളാണ് വിടാമുയർച്ചയും വേട്ടയ്യനും. അപ്പോൾ കാത്തിരിക്കൂ, മലയാളത്തിൽ എമ്പുരാൻ എന്ന സിനിമയുടെ കൂടി ഭാഗമായ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഇന്ത്യൻ 2 ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.